In uniform motion, the velocity is uniform. That means either its magnitude or its direction does not change with time. But in non-uniform motion, the velocity changes with time. That means either its magnitude or its direction or both changes with time. ഒരു ബോഡി നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒന്ന് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും വെലോസിറ്റി മാറും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി മാറും. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള മോഷനെയാണ് എന്ത് വിളിക്കുക? നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക. ഇൻ നോൺ യൂണിഫോം മോഷൻ, if the magnitude of velocity increases with the time, the body is said to be accelerated. And if the velocity decreases with the time, the body is said to be decelerated or retarded. മനസ്സിലായോ? വെലോസിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടാം, മാഗ്നിറ്റ്യൂഡ് കുറയാം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഓരോ ടൈം ഇൻ്റർവെല്ലിലും കിട്ടുന്ന വെലോസിറ്റി കൂടിക്കൂടി വരുവാണെങ്കിൽ ആ ബോഡി ആക്സലറേറ്റഡ് ആണെന്ന് പറയാം. അതേ ടൈം ഇൻ്റർവെൽ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നതെങ്കിൽ ആ ബോഡി ഡിസലറേറ്റഡ് ആണെന്ന് പറയാം. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ സ്പീഡും വെലോസിറ്റിയും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അത് യൂണിഫോം മോഷൻ ആണെങ്കിലും നോൺ യൂണിഫോം മോഷൻ ആണെങ്കിലും. അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് തന്നെയായിരിക്കും സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡും. എന്നാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കേസിൽ വെലോസിറ്റിയും സ്പീഡും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പീഡും വെലോസിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മൾ വാച്ചിൻ്റെ മോഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്, അതായത് യൂണിഫോം സ്പീഡാണ്, എന്നാൽ യൂണിഫോം മോഷൻ അല്ല. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് മാറിയത് കൊണ്ടല്ല, എന്നാൽ ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ടേം പഠിച്ചു. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോഷൻ ഒരു നോൺ യൂണിഫോം മോഷനാണ്. അവിടെ ആക്സലറേഷനോ അല്ലെങ്കിൽ ഡിസലറേഷനോ ഉണ്ടാകുന്നു. അപ്പം ആ ടേം എന്താണ്? പുതിയ ടേം എന്താണ്? ആക്സലറേഷൻ. വാട്ട് ഈസ് ആക്സലറേഷൻ? The rate of change of velocity is called acceleration. ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ആക്സലറേഷൻ എന്ന് വിളിക്കുക. മലയാളത്തിൽ ത്വരണം എന്ന് പറയും. രണ്ട് തരത്തിലുള്ള ആക്സലറേഷനാണുള്ളത്. ആവറേജ് ആക്സലറേഷനും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനും. ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും പഠിച്ച് നിങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാലും ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ ഈസ് കോൾഡ് ആവറേജ് ആക്സലറേഷൻ. ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് v2 മൈനസ് v1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ v ബൈ ഡെൽറ്റ t. വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ? ദ ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിലെ ടൈം ഇൻ്റർവെൽ അല്ല, ഒരു പർട്ടിക്കുലർ ടൈമിലെ ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. ആ പർട്ടിക്കുലർ ടൈമിനെ, ആ ടൈം ഇൻ്റർവെൽ അല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് അപ്ലൈ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? മുൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ലിമിറ്റ് എന്തായിരുന്നു? ആ ടൈം ഇൻ്റർവെൽ കുറഞ്ഞ് സീറോയ്ക്ക് അടുത്ത് വരിക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്തായിട്ട് മാറും? ഡി വി ബൈ ഡി ടി ആയിട്ട് മാറും. ഈ ഡി ബൈ ഇത് വായിക്കേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് വി എന്നാണ്. ഇത് ഡിഫറൻഷ്യൽ ഫോമാണ്. ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും സെക്കൻഡ് ഇയറിലെ മാത്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പക്ഷേ പല സ്ഥലത്തും ഫിസിക്സിനകത്ത് നമ്മൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കാണും. അപ്പോൾ നിങ്ങൾക്കത് അത്ര ഡെപ്തിൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു വേഗമായിട്ട് നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് വായിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്നാണ് വായിക്കേണ്ടത്, ഡി ബൈ ഡി ടി ഓഫ് വി. ഓക്കെ. അപ്പം ആക്സലറേഷൻ എന്ന് പറയുന്നത് ആവറേജ് ആക്സലറേഷൻ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഡി വി ബൈ ഡി ടിയും ആണ്. ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തതുകൊണ്ടാണ്. ഇനി വെലോസിറ്റിയെ നമുക്ക് എന്ത് എഴുതാം? ഇതിനും ഒരു ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. വി വെലോസിറ്റിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡി എക്സ് ബൈ ഡി ടി കൊടുക്കാം.
അപ്പോൾ വായിക്കേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി ഡി സ്ക്വയർ എന്ന് എഴുതിയതല്ല ഇത് ഈ ഫോമിലേക്ക്, ഇത് ഞാൻ പറഞ്ഞല്ലോ മാത്സിൽ കാൽക്കുലസിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ്. ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചപ്പോൾ സാധാരണ മാത്സിൽ ചെയ്യുമ്പം 2x ഇൻറ്റു 2x ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ, ആ ഒരു അർത്ഥത്തിലല്ല ഇത് വരുന്നത്. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷനാണ്. ഇതെന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ ഈസ് കോൾഡ് വെലോസിറ്റി, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ ഈസ് കോൾഡ് ആക്സലറേഷൻ. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ആക്സലറേഷൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, dimension L⁻⁻⁻⁻². Acceleration is also a vector quantity, that means it has both magnitude and direction. ഇനി വേറൊരു ടേം കൂടി പഠിക്കാം, ഡിസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. If the velocity decreases with increasing time is called deceleration. അപ്പോൾ എന്താ ആക്സലറേഷൻ ഡിസലറേഷൻ തമ്മിലുള്ള വ്യത്യാസം? If the velocity increases with time is called acceleration. If the velocity decreases with time is called deceleration or റിട്ടാർഡേഷൻ. ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂസ് എഴുതുമ്പം അവിടെ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അല്ലേ? അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പോൾ ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് സ്പീഡിങ് അപ്പ്, ദെൻ ദ ആക്സലറേഷൻ ആൻഡ് ദ വെലോസിറ്റി ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി അതുപോലെ ഇഫ് ദ സ്പീഡ് ഈസ് ഡിക്രീസിങ്, ബോഡിയുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് വി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനകത്ത് നമ്മളെന്ത് മനസ്സിലാക്കണം? എയും വിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞാൽ വി പോസിറ്റീവ് ആണെങ്കിൽ എ നെഗറ്റീവ് ആയിരിക്കും, വി നെഗറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും. ഏത് കേസിലാണ്? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസിൽ വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ 1-2 പ്രാക്ടിക്കൽ എക്സാമ്പിൾ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗ്രാഫ്സ്. നിങ്ങൾക്കറിയാം, 1 ഡയമെൻഷൻ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം മതി. നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യും. എക്സ് വൈ. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് ആക്സിസിൽ എപ്പോഴും നമ്മൾ ടൈം എടുക്കും. അപ്പം എക്സ് എപ്പോഴും ടൈം ആക്സിസ് ആയിരിക്കും. ഇനി വൈ ആക്സിസിൽ പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നും, വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നും, വൈ ആക്സിസിൽ ആക്സലറേഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്നും വിളിക്കും. മനസ്സിലായോ? എ ഗ്രാഫ് ഈസ് ഡ്രോൺ വിത്ത് ടൈം അലോങ് ദി എക്സ് ആക്സിസ് and position along the y-axis. That graph is called a position time graph. Then a graph is drawn with the time along the x-axis and velocity along the y-axis is called a velocity time graph. Then third one, a graph is drawn with the time along the x-axis and acceleration along the y-axis is called acceleration time graph. അപ്പോൾ 3 ഗ്രാഫ് ഏതൊക്കെയാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇത് ആക്സിസ് മാത്രമേ ആയിട്ടുള്ളൂ. ഗ്രാഫിൻ്റെ ഷേപ്പ് അത് ഓരോ മോഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫും എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കൊരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. അതിനുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡാറ്റ തന്നിരിക്കുന്നത്? ടൈമും തന്നിട്ടുണ്ട്, പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏത് ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ എന്ത് ചെയ്യുക? അതൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരയ്ക്കുക.
അതിനുശേഷം എക്സ് ആക്സിസിൽ ഏതാ എടുത്തിരിക്കുന്നത്? ടൈം. ടി എന്ന് എഴുതി ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. യൂണിറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസ് മാർക്ക് ചെയ്യുക. വൈയിൽ എന്തെടുക്കണം? പൊസിഷൻ എടുക്കണം അല്ലേ? ഇവിടെ പൊസിഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് എന്നാണ്. എക്സ് എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇനി വാല്യൂസ് മാർക്ക് ചെയ്തേ. ടൈം. ഇവിടെ ടൈം ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 0, 1, 2, 3, 4 ഏതാണ്ട് ഗ്രാജുവേഷൻ അങ്ങനെ കൊടുക്കുക. ഒറിജിൻ 0 കൊടുക്കുക. 1, 2, 3, 4, 5. ഇപ്പോൾ ഓരോ തിക്ക് ലൈനും ഓരോ 10 ഡിവിഷനുമാണ് നമ്മൾ ഓരോ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തത് വൈ ആക്സിസിൽ എങ്ങനെ കൊടുക്കാം? 1, 2, 3, 4. ഓക്കെ. ഇനി മാർക്ക് ചെയ്യുക. 0 ടൈമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? അല്ലെങ്കിൽ പൊസിഷൻ എത്രയാണ്? പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 0 ടൈമിൽ പൊസിഷൻ 3. 1 സെക്കൻഡ് കഴിയുമ്പോഴും 3, 2 സെക്കൻഡ് കഴിയുമ്പോഴും 3, 3 സെക്കൻഡ് കഴിയുമ്പോഴും 3, 4 സെക്കൻഡ് കഴിയുമ്പോഴും 3. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആസ് ടൈം ഇൻക്രീസസ് the position of the body does not change. അങ്ങനെയുള്ള ബോഡി നമ്മൾ എന്താ വിളിക്കുക? ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്. ക്ലിയർ ആയോ? നമുക്ക് വേറൊരു മോഷൻ നോക്കാം. തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കിയേ. ടൈം തന്നിട്ടുണ്ട്, ടൈം സെക്കൻഡിലാണ്. പൊസിഷൻ തന്നിട്ടുണ്ട്, അത് മീറ്ററിലാണ്. അപ്പോൾ ടി = 0 ടൈമിൽ പൊസിഷൻ 0 ആണ്. 1 സെക്കൻഡ് കഴിയുമ്പം 2 മീറ്റർ, 2 സെക്കൻഡ് കഴിയുമ്പോൾ 4 മീറ്റർ, അങ്ങനെ 5 സെക്കൻഡ് കഴിയുമ്പോൾ 10 മീറ്റർ ബോഡി കവർ ചെയ്തു. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ പൊസിഷൻസ്. അതായത് 10 മീറ്റർ എത്താനായിട്ട് 5 സെക്കൻഡ് വേണ്ടി വന്നു. ഇനി നമുക്ക് പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും സാധാരണ ഇതിൽ ഒന്ന് തന്നെയാണ്. പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെറുതെ ഒന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പൊസിഷനാണ്. ഏത് ടൈം ഇൻ്റർവെല്ലിലെ ആണോ കാണേണ്ടത് ആ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടായ ചേഞ്ച് ഇൻ പൊസിഷൻ കാണണം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 സെക്കൻഡ് എത്താനെടുക്കുന്ന 1 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ആ സെക്കൻഡിലെ ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാണ്? 2 - 0 = 2. ഇനി 5 സെക്കൻഡ് കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എനിക്ക് കാണേണ്ടതെങ്കിൽ 5ാമത്തെ സെക്കൻഡിലെ പൊസിഷൻ 10 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ 0. അപ്പോൾ 10 - 0 = 10 എന്ന് കിട്ടി. ഇതെന്ത് കാണാനുള്ള ഇക്വേഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഏതെങ്കിലും ടൈമിലെ അല്ലെങ്കിൽ ടൈം ഇൻ്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇവിടെ നോക്കി ടൈം ഇൻ്റർവെൽ എടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ്. 1 സെക്കൻഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് മൈനസ് ചെയ്യുക, ഇതിനകത്ത് ഇത് മൈനസ് ചെയ്യുക, ഇതിനകത്ത് ഇത് മൈനസ് ചെയ്യുക, അങ്ങനെ 1 സെക്കൻഡ് കഴിയുമ്പോൾ ടൈം ഇൻ്റർവെലാണ് ഈ തന്നിരിക്കുന്നത്. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? വെലോസിറ്റി = x2 - x1 / t2 - t1. അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ടോട്ടൽ ടൈം ടേക്കൺ ആണല്ലോ. ഇവിടെ ഞാൻ ഓരോ ടൈം ഇൻ്റർവെല്ലിലെയും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് വെലോസിറ്റി ഞാൻ എഴുതിയിരിക്കുന്നത് v = x1 - x0 / t1 - t0. x1 എത്രയാണ്? ഇതാണ് x1. 2 x0 ഇതാണ്. അപ്പോൾ 2 - 0 അതിനെടുക്കുന്ന ടൈം ഇൻ്റർവെൽ 1 - 0 = 2. അതുപോലെ 3ാമത്തെ സെക്കൻഡിൽ 2ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ആ ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 6 - 4 / 3 - 2. ഇനി ഈ ടൈം ഇൻ്റർവെല്ലാണെങ്കിലോ 10 - 8 / 5 - 4. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുന്ന എത്രയാണ്? 2 m/s ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ അടുത്തടുത്ത വാല്യൂസ് തമ്മിലുള്ള ഈ അടുത്തടുത്ത ടൈം ഇൻ്റർവെല്ലുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്ന നോക്കിയേ. വെലോസിറ്റി v = x3 - x0 / t3 - t0. x3 ഏതാ ഇവിടെ? ഇതാണ് x3 അല്ലേ? മൈനസ് x0 എത്രയാണ്? 0. അപ്പം 6 - 0 അതിനെടുക്കുന്ന സമയം 3 - 0 = 2. എഗെയിൻ x5 - x0 / t5 - t0.
നോക്കിക്കേ, x5 എത്രയാണ്? 10 ആണ്. x0 എത്രയാണ്? 0. 10 - 0 ഡിവൈഡ് ബൈ 5 - 0 ഈസ് ഈക്വൽ ടു 2. അപ്പം 10 - 0 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 - 1 എന്നോ 5 - 2 ഇങ്ങനെ എടുക്കാൻ പാടില്ല. ആ പൊസിഷന് എടുത്ത ടൈം ഇൻ്റർവെൽ തന്നെ വേണം. മനസ്സിലായല്ലോ? ഈ ഗ്രാഫിനകത്ത് അല്ല മീൻസ് ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഏത് ടൈം ഇൻ്റർവെൽ എടുത്താലും അവിടെ കിട്ടുന്ന വെലോസിറ്റി സെയിം ആണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ? അതിനർത്ഥം ഇതെങ്ങനെയുള്ള മോഷനാണ്? ഇതൊരു യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താ? ഇൻ യൂണിഫോം മോഷൻ it has uniform velocity, that means it covers equal displacement in equal intervals of time. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 1 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റിയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് 2 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി എന്ന് വെറുതെ കണ്ട് നോക്കാം. ഇതാണ് 2 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ. അപ്പോൾ ആ സമയത്ത് ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാണ്? 4 - 0 ഡിവൈഡ് ബൈ 2 - 0. അപ്പം 4/2 ഈസ് ഈക്വൽ ടു അഗെയിൻ 2. അടുത്ത 2 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ, ഈ ടൈം ഇൻ്റർവെൽ ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം, ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡാണ്. ആ സമയത്ത് ചേഞ്ച് ഇൻ പൊസിഷൻ നോക്കിയേ, 8 - 4 ഡിവൈഡ് ബൈ 4 - 2 ഈസ് ഈക്വൽ ടു അഗെയിൻ 2 മീറ്റർ/സെക്കൻഡ് ആണ്. മനസ്സിലായോ? ഇപ്പോഴേ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അത് 1 സെക്കൻഡ് വ്യത്യാസം വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ടൈം ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ 2 സെക്കൻഡ് വ്യത്യാസമാകാം, 3 സെക്കൻഡ് വ്യത്യാസമാകാം. ആ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഒരേ വാല്യൂ ആയിരിക്കും. വേറൊരു ഡാറ്റ നോക്കാം. ടൈമും പൊസിഷനും തന്നിട്ടുണ്ട്. ഇതാണ് ഡാറ്റാസ്. ഇതിനകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഇവിടെ 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി ഇത്ര, അടുത്തൊരു സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി ഇത്ര. അപ്പോൾ 10 - 5 ഡിവൈഡ് ബൈ 2 - 1 ഈസ് ഈക്വൽ ടു 5. 15 - 10 ഡിവൈഡ് ബൈ 3 - 2 ഈസ് ഈക്വൽ ടു 5 ആൻഡ് സോ ഓൺ. അപ്പം ഈ ഡാറ്റാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കേ, 0 ടൈമിൽ പൊസിഷൻ 0 ആയിരിക്കും. 1 സെക്കൻഡ് കഴിയുമ്പോൾ 5, 2 സെക്കൻഡ് കഴിയുമ്പോൾ 10 മീറ്റർ, 3 സെക്കൻഡ് കഴിയുമ്പോൾ 15, 4 സെക്കൻഡ് കഴിയുമ്പോൾ 20, 5 സെക്കൻഡ് കഴിയുമ്പോൾ 25. ഇത് വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസ് വെലോസിറ്റി എടുക്കുക. അപ്പം 0 ടൈമിൽ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് കഴിയുമ്പോഴും 5, 3 സെക്കൻഡ് കഴിയുമ്പോൾ 5, 4 സെക്കൻഡ് കഴിയുമ്പോൾ 5, 5 സെക്കൻഡ് കഴിയുമ്പോഴും 5 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ഇതെന്താണ്? ഇത് എക്സ് ആക്സിസിന് പാരലല്ലേ? ഇതെങ്ങനെയുള്ള മോഷനാണ്? ഒരു യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്താണ്? യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ ആക്സിസിൽ എടുത്തിരിക്കുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ആ ഗ്രാഫ് എപ്പോഴും ടൈം ആക്സിസിന് പാരലായിരിക്കും. മനസ്സിലായോ? നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്ത് 5 സെക്കൻഡ് കൊണ്ട് 25 മീറ്റർ കവർ ചെയ്തു. അപ്പം 5 സെക്കൻഡ് കൊണ്ട് 25, 0 ടൈം മുതൽ 5 സെക്കൻഡ് കൊണ്ട് 25 മീറ്റർ കവർ ചെയ്തു. 6ാമത്തെ സെക്കൻഡിൽ, അതായത് 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? തിരിച്ചു പോരുവാണ്, റിട്ടേൺ ആണ്. തിരിച്ചു പോരുമ്പോൾ 6ാമത്തെ സെക്കൻഡിൽ അത് ഇത്രയും ഡിസ്റ്റൻസ് 5 മീറ്ററൂടെ കവർ ചെയ്തു. മനസ്സിലായോ? അപ്പം ഒറിജിനിൽ നിന്നും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 20 മീറ്ററാണ്. അതിനെടുക്കുന്ന സമയം ഇപ്പോൾ 20 മീറ്റർ കവർ ചെയ്യാനെടുത്ത സമയം എത്രയാണ്? 6 സെക്കൻഡായി. അടുത്ത 1 സെക്കൻഡ് കഴിയുമ്പം അത് ഒറിജിനിൽ നിന്നും 15 മീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. മനസ്സിലായോ? അപ്പം
അതിൻ്റെ ഒരു ഡാറ്റ തന്നിരിക്കുന്നു നോക്കിയേ. 5 സെക്കൻഡ് കഴിയുമ്പം 25 മീറ്റർ ആയിരുന്നു. ആറാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ, 7ാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ, അങ്ങനെ ഇത് 10ാമത്തെ സെക്കൻഡിൽ തിരിച്ചിവിടെ തന്നെ വരും എന്ന് വിചാരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ കേസിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിക്കേ, 6th സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ എത്രയാണ്? 20 ആണ്. 7th സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ 15 ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തേ. ചേഞ്ച് ഇൻ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ എത്രയാണ്? 15. ഇനിഷ്യൽ പൊസിഷൻ 20. അപ്പം 15 - 20 ഡിവൈഡ് ബൈ 7.6 ഈസ് ഈക്വൽ ടു -5. അതുപോലെ തന്നെ ഓരോ ടൈമിലും ടൈം ഇൻ്റർവെല്ലിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? -5 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവായി. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷനല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 15 - 20 ഈക്വൽ ടു -5 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവായി, അതോടൊപ്പം വെലോസിറ്റി നെഗറ്റീവായി. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് ഒന്നും കൂടി വെരിഫൈ ചെയ്യുവാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? നമ്മൾ പഠിച്ച മറ്റൊരു കൺസെപ്റ്റോട് പറയാം. ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്ത കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് യൂണിഫോം മോഷനാണ്, യൂണിഫോം വെലോസിറ്റിയാണ്, അതുപോലെ വെലോസിറ്റി പോസിറ്റീവാണ്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വന്നത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇവിടെ വന്നത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം മോഷനാണ്, യൂണിഫോം വെലോസിറ്റിയാണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. അതേസമയം ടോട്ടൽ മോഷൻ ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ചിവിടെ വരുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം മോഷനാണ്. എന്താ കാര്യം? മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാം 5 ആണ്. പക്ഷെ എന്ത് മാറി? ഡയറക്ഷൻ മാറി. അതുകൊണ്ട് അത് എന്തായിട്ട് മാറി? നോൺ യൂണിഫോം മോഷനായിട്ട് മാറി. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആ വരച്ച ഗ്രാഫിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പം 5 സെക്കൻഡ് വരെയുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. 6ാമത്തെ സെക്കൻഡിലെ പൊസിഷൻ എത്രയാണ്? 20. 6th സെക്കൻഡിൽ 20, 7th സെക്കൻഡിൽ 15, 8th 10, 9th 5, 10th 0 ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇതുപോലെ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോഴേ ഈ കേസിൽ 2 തരത്തിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഒന്ന്, ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈനാണ്. ഒന്ന് ഈ ഡയറക്ഷനിലും ഒന്ന് ഈ ഡയറക്ഷനിലും. എന്താ ഇതിൻ്റെ വ്യത്യാസം? ഈ കേസിൽ ഇത് പോസിറ്റീവ് വെലോസിറ്റിയാണ്, ഈ കേസിൽ ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. സെപ്പറേറ്റ് മോഷനായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിനെ മാത്രം എടുക്കുകയാണെങ്കിൽ യൂണിഫോം മോഷനാണ്, ഇതിനെ മാത്രം എടുത്താലും യൂണിഫോം മോഷനാണ്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഈ ഗ്രാഫിനെ എങ്ങനെ പറയാം? ഈ 2 പൊസിഷൻ ടൈം ഗ്രാഫും യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. മൂവിങ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി, ദാറ്റ് ഈസ് ദ പൊസിഷൻ കോർഡിനേറ്റ് ഇൻക്രീസസ് വിത്ത് ടൈം. അപ്പോൾ ടൈമിനനുസരിച്ച് പൊസിഷൻ ഇൻക്രീസ് ചെയ്യുക, പോസിറ്റീവ് വെലോസിറ്റി. ഇതോ മൂവിങ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി, ദാറ്റ് ഈസ് ദ പൊസിഷൻ കോർഡിനേറ്റ് ഡിക്രീസസ് വിത്ത് ടൈം. ശരിയല്ലേ? ടൈം കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. ഈ 2 ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇത് രണ്ടും യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക. ഇതും സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് പക്ഷേ ആർക്ക് പാരലാണ്? എക്സ് ആക്സിസിന് പാരലാണ്. ഇതും സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് പക്ഷേ ഇൻക്ലൈൻഡ് ആണ്, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇത് ബോഡി സെറ്റ് റെസ്റ്റ്, ഇത് ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. രണ്ടും സ്ട്രെയിറ്റ് ലൈനുമാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിൻ്റെ മീനിങ് ഇനിഷ്യൽ ടൈമിൽ പൊസിഷൻ 0 ആയിരുന്നു.
ഇതിൻ്റെ മീനിങ്ങോ ഇനിഷ്യൽ ടൈമിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരുന്നു, അതായത് 0 അല്ലായിരുന്നു. അതാണ് എൻ്റെ മീനിങ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ അതിൻ്റെ നമ്മളെന്ത് മനസ്സിലാക്കിയുള്ള അതിനകത്തുനിന്ന് ഇനിഷ്യൽ ടൈമിൽ, അതായത് 0 ടൈമിൽ ഓൾറെഡി അതിനൊരു പൊസിഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫാണെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി ടൈം ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഗ്രാഫെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഓൾറെഡി 0 ടൈമിൽ എന്തുണ്ട്? അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതേസമയം ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്കിലോ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? 0 ടൈമിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഇനി നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒന്ന് എടുത്ത് നോക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ്. അതായത് ഈ ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് വിചാരിക്കുക. അപ്പം ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈന് എവിടെയെങ്കിലും നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ നോക്കുക. OAB ആണ് ഞാൻ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? AB ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് OA. ABയുടെ വാല്യൂ എന്ന് പറഞ്ഞേ, ABയുടെ വാല്യൂ 0യ്ക്കും 10നും ഇടയ്ക്ക്, അതായത് 10 - 0 ഡിവൈഡ് ബൈ OAയുടെ വാല്യൂ 2 - 0 ഈസ് ഈക്വൽ ടു 5 അല്ലേ? ഇനി ഞാൻ വേറൊരു ട്രയാങ്കിളൂടെ കൺസിഡർ ചെയ്യാം. അതായത് ഈ ട്രയാങ്കിൾ OAB കഴിഞ്ഞാൽ പിന്നെ ഇത് Cയും Dയും ആണെന്ന് വിചാരിക്കുക. അതായത് OCD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. അവിടുത്തെ ആംഗിളും എത്ര തന്നെയാണ്? എക്സ് ആക്സിസുമായിട്ട്, ആ സ്ട്രെയിറ്റ് ലൈനിൽ എക്സ് ആക്സിസ്, അതായത് ഹൈപ്പോട്ടനീസ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? അവിടെ തീറ്റ തന്നെയാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് തീറ്റ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു CD ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് OC ഈസ് ഈക്വൽ ടു CDയുടെ വാല്യൂ എന്ന് പറഞ്ഞേ ഇത് എത്രയാണ്? 25ഉം 0യും. അപ്പോൾ 25 - 0 ഡിവൈഡ് ബൈ OC എത്രയാണ്? 5 - 0 ഈസ് ഈക്വൽ ടു അഗെയിൻ 5. ഈ വാല്യൂ നമുക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഈ 5 എന്ന് പറയുന്ന വാല്യൂ ഈ ഗ്രാഫ് വരച്ചപ്പോൾ എന്തായിരുന്നു 5? യെസ്, അത് വെലോസിറ്റി ആയിരുന്നു അല്ലേ? ഇപ്പോഴേ ഗ്രാഫിൽ നിന്നും അപ്പോൾ അതായത് ഏത് ഗ്രാഫായത്? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടുപിടിച്ചു. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിച്ചു? ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, അതായത് ടാൻ തീറ്റ കണ്ടു. ടാൻ തീറ്റ കാണാൻ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y/x അല്ലേ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് നിന്നും അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ക്ലിയർ ആയല്ലോ? ഇതിനകത്ത് ട്രയാങ്കിൾ നമുക്ക് ഇഷ്ടമുള്ളെടുത്തോ. ഇനി ഇവിടെ വരച്ചാലും എത്ര തന്നെ കിട്ടും? 5 m/s തന്നെ കിട്ടും. കാരണം ഇത് എന്ത് മോഷനാണ്? ഇതൊരു യൂണിഫോം മോഷനാണ്, യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് വരയ്ക്കാം. ഇത് വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ വെലോസിറ്റി നെഗറ്റീവ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനീസ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഇതെന്ന് എടുക്കും. അത് തെറ്റാണ്. എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? അപ്പം ഇവിടെയാണ് തീറ്റ വരിക. ഇപ്പോൾ ഇവിടെ നിന്നൊരു സ്ലോപ്പ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുക ABC. ഇതിനകത്ത് ടാൻ തീറ്റ കണ്ടേ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. BC ഈസ് ഈക്വൽ ടു, BC എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷൻ ഏതാണ്? 10 ആണ്. 10 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? B 20 ഡിവൈഡ് ബൈ ഫൈനൽ ടൈം 8 സെക്കൻഡ് മൈനസ് ഇനിഷ്യൽ ടൈം 6 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ ടു 5 m/s. സോറി, 10 - 20 - 10 -5 m/s. ക്ലിയർ ആയോ? ഇപ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു -5 m/s. അപ്പം ഇതും എന്താണ്? സ്ലോപ്പാണ്. ആരുടെ? ഒരു യൂണിഫോം മോഷനിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ അല്ലെങ്കിൽ ടാൻ തീറ്റ എടുത്താൽ എന്ത് കിട്ടും?
വെലോസിറ്റി കിട്ടും. ഈ ഗ്രാഫിൻ്റെ ടാൻ തീറ്റ എടുത്താൽ നെഗറ്റീവ് ആയിരിക്കും, ഈ ഗ്രാഫിൻ്റെ ടാൻ തീറ്റ എടുത്താൽ പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് പോസിറ്റീവ് വെലോസിറ്റിയും ഇത് നെഗറ്റീവ് വെലോസിറ്റിയും എന്നാണ്.